നാമസങ്കീർത്തനം ഗോവിന്ദ. ജിഹ്വാഗ്രേസ്യ വർത്തതേ നാരായണസ്തമന്വേദി വത്സം ഗൗരിവ വത്സല നാരായണേതി കല്യാണീം വാണീം യസ്യ മുഖാംബുജേ സധന്യ പാവയത്യന്യാൻ സ്വദൃഷ്ടിപഥ ഗോചരാൻ. നാരായണായെന്ന സദായ ജപിച്ചാൽ പാപം കെടും പശികരും വ്യസനങ്ങൾ തീരും. നാവിന്നുണർച്ചവരും ഏറ്റവും അന്ത്യകാലേ ഗോവിന്ദ പാദകമലങ്ങൾ തെളിഞ്ഞു കാണും. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമത തോന്നായിക വേണമിക. തോന്നുന്നതാകിൽ അഖിലം ഞാനിതവഴി തോന്നേണമേ വരദാം നാരായണായ നമ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീതരസിജം കരുണാസമുദ്രം രാധാസഹായമതി സുന്ദരമന്ദഹാസം വാതാലയേശമനിശൗരതി ഭാവയാമി. പവനതനയചേത പങ്കജാർക്കം മുനീന്ദ്രൈരനുദിനമനുസേവ്യം കോമളം ശ്യാമളാംഗം ദിനകരകുലദീപം ജാനകീ ഭാഗ്യരാശിം കരധൃതസരജാപം നൗമി വില്വാദ്രിനാഥം. ശ്രീവില്വശൈലമരുന്ന രഘൂത്തമന്റെ പ്രേമാതിരേക കരുണാമൃതശീതരശ്മി മായാപ്രലോഭന വികാരമദാന്തകാരം പരാതീർത്ഥഖിലഭാവുകം ഇങ്ങണയ്ക്കാം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. യത്ര യത്ര രഘുനാഥ കീർത്തനവും തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമതരാക്ഷസാന്തകം മനോജവം മാരുതതുല്യവേഗവും ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാലാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. മോക്ഷാബ്ധിസാരമയ ഭാഗവതാഖ്യദധ്നോ നാരായണീയ നവനീതമഘോത്വാം മായാമയൗഘപരിതപ്തജനായ യോദാൽ നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. ജന്മാദ്യസ്യ യദുന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാൾ തേനേ ബ്രഹ്മഹൃദായാദികവയെ മുഹ്യം ധിയൽ സൂരയം തേജോ ആര്യമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മ പ്രോജ്ജിതൈരമൂത്രപരമോ നിർമ്മത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താവത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ വരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്രകലിഭേ ശുശ്രൂഷുഭിസ്തക്ഷണാൽ നിഗമകൽപതരോർജലിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഘോരസികാഭുവിഭാവുകാഃ യം പ്രവ്രജന്തമനുഭേദമഭേദകൃത്യം ദ്വൈപായനോ വിരഹകാതരകാജുഗാവ. പുത്രേതി തന്മയതയാദരവോഭിനേദോ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിദീർഷദാന്തമോന്തം
സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യവും തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാദമകം വന്ദേ പരമാനന്ദമാധവം. പരശിഖണ്ഡി ശിഖണ്ഡ വിഭൂഷണോ മദനമർദ്ദരമുഖാംബുജം പ്രജവദൂനയനം ജലവഞ്ചിതം വിജയതാം മമ വാങ്മയ ജീവിതം. മന്ദാരമൂലേ മദനാഭിരാമം ബിംബാധരാമൂരിതവേണുനാദം ഗോഗോപഗോപീജനമധ്യ സംസ്ഥം ഗോവം ഭജേ ഗോകുലപൂർണചന്ദ്രം. വ്രജേ വസന്തം നവനീതചോരം വ്രജാംഗനാനാം ജനുകൂലചോരം അനേക ജന്മാർജിത പാപചോരം ചോരാഗ്രഗണ്യം തമഹം ഭജാമി. മന്ദം മന്ദം മധുരദിനദൈർവേണുമാഭൂരയന്തം വൃന്ദം വൃന്ദാവന ഭുവിഗമാം ചാരയന്തം ചരന്തം ഛന്ദോ ഭാഗേ ശതമഖമുഖധ്വംസിനാം ദാനവാനാം അന്താരം തം ഗദയശ്രീ ഗോപകന്യാഭുജംഗം. അസ്തി സ്വസ്തരുണീകരാഗ്രവികളൽ കൽപ്പപ്രലോനാപുരം വസ്തു പ്രസ്തുത വേണുനാദലഹരി നിർവാണവ്യാകുലം. സ്രസ്ത നിരുദ്ധനീ വിവിലസൽ ഗോഹീസഹസ്രാമൃതം ഹസ്തന്യസ്തമപാപവർഗമഖിലോദാരം ഈശോരാകൃതി. യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവരുകിസലയം നാദാതേ പാദമൂലം. നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃത്വാ നിശേഷതാപാൻ പ്രരിശതു പരമാനന്ദസന്തോകലക്ഷ്മീ. ഹരി ഓം നമോ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ശ്രീ ഗണപതയേ നമഃ അവിഘ്നമസ്തു. ഹരി ശ്രീ ഗണപതയേ നമഃ അവിഘ്നമസ്തു. ഹരി ശ്രീ ഗണപതയേ നമഃ അവിഘ്നമസ്തു. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. പൊന്നു ഗുരുവായൂരപ്പ പ്രസീദ പ്രസീദ. സർവത്രഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. യാഗത്തിന് ശേഷം നടന്ന കഥാഭാഗങ്ങളാണ് ഇനി ഒന്ന് സ്മരിക്കാൻ. യാഗസുഖയാഗമൊക്കെ കഴിഞ്ഞ് ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഇനി യുദ്ധമുണ്ടാകാനുള്ള ബീജം അവിടെ നട്ടുകഴിഞ്ഞു വന്നു. സ്ഥലജല ബ്രഹ്മത്തിൽ തങ്ങളെ മുഴുവനും തന്നെ അവമാനിക്കുന്ന രൂപത്തിൽ പാഞ്ചാലിയും ഭീമസേനും ചിരിച്ചില്ലേ? പാഞ്ചാലിയും ഭീമസേനും. അപ്പം ചെവി കടിച്ചു കർണനോട് ദുര്യോധനൻ. ശതിച്ചു കർണ, അവള് ചിരിക്കണ കണ്ടില്ലേ? ഇങ്ങേപ്പെടുത്തിരുന്നു അമ്മാമ ഇനി എന്തിനാ ജീവിക്കണേ? മരുമകനെ വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇവിത്തെ ചൂതിന് വിളിച്ച് കള്ളച്ചൂതില് പണയം 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 എന്ന് പറഞ്ഞ് രാജ്യം മുഴുവൻ പണയം വാങ്ങി, സർവവും പണയം വാങ്ങി കാട്ടിലേക്ക് ആറ്റി ഓടിക്കാം. ഞാൻ പറയണ പോലെ കേൾക്കാമോ ദുര്യോധന? അങ്ങനെ തന്നെ. അങ്ങനെയാണ് പിന്നെ ഭാരത കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ബീജകഥയാണെന്ന് പറയാൻ കാരണം അതാണ്. ചൂതുകളിയും കള്ളച്ചൂത് കളിച്ച് പാണ്ഡവന്മാരെ തോൽപ്പിക്കുകയും ദുശാസനൻ ദുര്യോധനന്റെ കൽപ്പന അനുസരിച്ച് സതീരത്നമായ പാഞ്ചാലിയെ സദസ്സിൽ വെച്ച് അവമാനിക്കാൻ പുറപ്പെടുകയും തുടങ്ങിയ കഥാഭാഗങ്ങളൊക്കെ ഇതിനുശേഷം ഉണ്ടായതായിരിക്കുന്ന വൈരമാണ്. ഇപ്പോ രാജസൂയാഗമൊക്കെ കഴിഞ്ഞ് ശിശുപാലന വധവും കഴിഞ്ഞ് പിന്നീട് നടന്നതായിരിക്കുന്ന സൂചിതകൾ ഈ കാര്യങ്ങളൊന്നും ഇവിടെ വിസ്തരിച്ചില്ല. കാലം കുറച്ച് കടന്നു. അവർ തമ്മിൽ വഴക്ക് വർദ്ധിച്ചു. ഭഗവാൻ ദൂതനായി പോയി നോക്കിയിട്ടും ഭയപ്പെട്ടില്ല, പ്രയോജനപ്പെട്ടില്ല. ഘോരമായിരിക്കുന്ന കുരുക്ഷേത്ര യുദ്ധം വന്നു. യുദ്ധത്തിൽ അർജുനന് സാരഥ്യം വഹിച്ചു. അർജുനന് സാരഥ്യം വഹിക്കുക മാത്രമല്ല, കുമുദി മഹരൻ ആത്മീയവിദ്യ ഭീഷ്മര് പറഞ്ഞില്ലേ, യുദ്ധം ചെയ്യരുത്, ഞാൻ ചെയ്യാൻ പോണില്ല, ബന്ധുക്കളെ കൊല്ലാൻ പോണില്ല, ആയുസ് ആരോഗ്യം രാജ്യം കൊണ്ട് കാര്യമില്ല,
ബന്ധുക്കളെ കൊന്നിട്ടുള്ളതായിരിക്കും സുഖമല്ലാന്നൊക്കെ ചെയ്യേണ്ടത് എന്തെന്നറിയാതെ കണ്ട് പരിഭ്രമിതനായി കർമ്മത്തിന്റെ യഥാർത്ഥമാകുന്ന തത്വത്തെ മനസ്സിലാക്കാതിരുന്ന ആ അർജുനന് പാർത്ഥായ പ്രതിബോധിതം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതം പുരാണമുനിനാ മധ്യേ ഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശ അധ്യായനീം അമ്പത്വം സുസന്തധാമി ഭഗവത്ഗീതേ ഭവദ്വേഷിണീ. സംസാര ദുഃഖത്തെ പരിപൂർണമായി ഇല്ലായ്മ ചെയ്യുവാനുള്ള ഏറ്റവും അതിമനോഹരമായ മധുര ഉപദേശം അർജുനനെ നിമിത്തമാക്കി വെച്ചുകൊണ്ട് സാക്ഷാൽ ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് കർമ്മമെന്ത്, അകർമ്മമെന്ത്, വികർമ്മമെന്ത്, ചെയ്യേണ്ടതെന്ത്, ചെയ്താത്തതെന്ത് എന്നെല്ലാം പറഞ്ഞു കൊടുക്കാൻ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഞാനില്ലേ നിന്നെ രക്ഷിക്കാൻ, ഞാനുണ്ട് നിന്റെ കൂടെ. അനന്യാ ചിന്തയന്തോമാൻ ഏകനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യകം. എന്നിലർപ്പിക്കൂ തദർപ്പിൽ അഖിലാചാരദർശനം. എന്നിലർപ്പണം ചെയ്താൽ ഞാൻ നോക്കും. അനന്യമായി എന്നെ ആശ്രയിക്കൂ. അന്യാശ്രയാണോ പരിപൂർണത്യാഗ ഇനി അനന്യത എന്നാ. അവിടെ രക്ഷയുണ്ട്, ഇവിടെ രക്ഷയുണ്ട്, അവിടെ ആളുണ്ട്, ഇവിടെ ആളുണ്ട്. ഇല്ല. മാതാനാസ്തി പിതാനാസ്തി നാസ്തി ബന്ധു സഹോദര അർത്ഥം നാസ്തി ഗൃഹം നാസ്തി. എല്ലാം കൂടി അങ്ങേയുള്ളൂ. നിങ്ങൾ എന്നെ ഉറപ്പിച്ചോളൂ. ത്വമേവ മാതാ പിതാ ത്വമേവ. അങ്ങനെ എന്നെ ആശ്രയിക്കുന്നവർക്ക് ഞാൻ രക്ഷ ചെയ്യും, ഞാൻ ശരണം കൊടുക്കും, ഞാൻ അവർക്ക് വഴിതെളിക്കും, ഞാൻ അങ്ങേപ്പോലെ വിജയിയാക്കി തീർക്കും അർജുന എന്ന് ഉപദേശിച്ച് ഭഗവാൻ യുദ്ധത്തിൽ പാണ്ഡവന്മാർക്ക് വിജയം കൈവരിച്ചു കൊടുത്തു. ഭീഷ്മർക്ക് മുക്തിയെല്ലാം കൊടുത്തു. ഇത്രയൊക്കെ ഭഗവാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശിശുപാലന്റെ കൂട്ടുകാരനായിരിക്കുന്ന ശാല്യൻ യുദ്ധത്തിന് വന്നു. വലുതായിരിക്കുന്ന യുദ്ധം. അതിൽ ശാല്യൻ മഹാമായാവി മഹാദേവനെ സമസ്തയിൽ പ്രത്യക്ഷമാക്കിയിട്ടൊരു വിമാനവും കൊണ്ടുവന്നു. സർവരെയും വിഷമിപ്പിക്കാൻ തുടങ്ങി. മായ കൊണ്ടൊരു പക്ഷേ വസുദേവന്റെ കഴുത്തെടുത്ത് എന്റെ മുമ്പിൽ കൊണ്ടേ നിൽക്കട്ടെ, ഇവനെ ഞാനിപ്പോ കാണിച്ചു തരാൻ വിചാരിച്ചു. മായ കൊണ്ട് വസുദേവന്റെ കഴുത്തെടുത്ത് വാളും രക്തവും കൊള്ളുന്ന കഴുത്തായിട്ട് വന്നു നിന്നു. ഭഗവാൻ നോക്കി, എടാ നീജ, നിന്റെ അടുക്ക് അന്തകൻ വന്ന് നിൽക്കുന്നത് നീ കണ്ടില്ല. എന്റെ അച്ഛനെ അന്തപുരത്തിൽ നീ കഴുത്തു വിട്ടുകയോ എന്റെ ജ്യേഷ്ഠൻ അവിടെ ഇരിക്കുമ്പോൾ? എന്നാൽ കാണാൻ തന്റെ സുദർശനം എടുത്തു, സർവമഹകളും നശിപ്പിച്ചു, സാല്വനെ കൊന്നു. സാല്വന് ഗതിയ മോക്ഷം. പിന്നെ സാല്വന്റെ കൂട്ടുകാരനായിരിക്കുന്ന ശിശുപാലന്റെ സാല്വന്റെ കൂട്ടുകാരനായി വിടുവിടധൻ നേരിട്ട് യുദ്ധം വന്നു. വിടുവിടധനെ ഭഗവാൻ നിഗ്രഹിച്ചു. സാൽവൻ, ദന്തവക്തൻ, വിടൂരഥൻ ഇവരെ മൂന്നുപേരെ നിഗ്രഹിച്ചതോടെ കൈ കഴുകി. കുരുക്ഷേത്ര യുദ്ധഭൂമിയെ കുറിച്ച് കാര്യങ്ങളൊക്കെ വേണ്ടവർ അവസാനിപ്പിച്ചോളാം. ഇനി ഒരു വധവുമില്ല, ഒന്നും ഇനി താൻ ചെയ്യാൻ ഉദ്ദേശിക്കില്ല. കാരണം വേണ്ടതുപോലെ ദേവന്മാർ പ്രാർത്ഥിച്ചതനുസരിച്ചും അവരുടെ ആഗ്രഹം അനുസരിച്ചും കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞു. ഭഗവാൻ ഭൂഭാരം മുഴുവനും അവസാനിപ്പിച്ചു. ഈ യുദ്ധകാലത്താണ് ഒരു നേരം പോക്ക്. ബലരാമസ്വാമിക്കും ഭഗവാനെ അത്ര കണ്ട് അറിയാൻ പറ്റുന്നില്ല. പിന്നെ നമുക്കറിയാൻ പറ്റുമോ? യുദ്ധം തുടങ്ങി. പല വിധത്തിൽ അദ്ദേഹം മധ്യസ്ഥം പറഞ്ഞു നോക്കി. ഭഗവാൻ ദൂതിന് പോയിട്ട് മുളഞ്ഞതാ. ദുഷ്ടപരിഷയായ ദുര്യോധനൻ ബലരാമന്റെ ശിഷ്യനാണ് എന്നുള്ളൊരു വാത്സല്യം കൊണ്ട് അദ്ദേഹം പറഞ്ഞു നോക്കി. ഞാൻ പറയണ കേൾക്കൂ ദുര്യോധന, നിങ്ങൾ തമ്മിൽ സന്ധി ചെയ്യൂ. അവിടുന്ന് അതൊഴിച്ച് മറ്റുള്ളത് പറഞ്ഞാലൊക്കെ കേൾക്കും ഞാൻ, അത് മാത്രം കേൾക്കില്ല, വരണത് വരട്ടേക്കോ. ആ എന്റെ തലയിലെഴുത്ത്. ഭീമസേനൻ പറഞ്ഞു, അല്ല എനിക്ക് വിരോധമൊന്നുമില്ല. അതേ പാഞ്ചാലിയെ ചൂണ്ടിക്കാണിച്ചു. ആ മുടി കെട്ടിയിട്ട് എത്ര ദിവസമായി തോന്നിക്കും. തലമുടി അഴിച്ചിട്ടാണ് എന്റെ പ്രിയതമ ജീവിക്കുന്നത്. ദുഷ്ടനായ ആ ശിശു ആ സദസ്സിൽ വെച്ച് തന്നെ അവമാനിച്ച ദുശാസനും ദുശാസനന്റെ അനുജന്മാർക്കും ജ്യേഷ്ഠനും സർവർക്കും ഇന്നിന്ന വിധത്തിൽ മരണം ഭവിക്കുമെന്ന് ശാപിച്ചു. അത് നടത്താണ്ട് കഴിയോ? എന്റെ പ്രിയതമയുടെ മുടി കെട്ടണമെങ്കിൽ ആ ദുഷ്ടന്റെ മാർവിടം പിളർന്ന രക്തം കൊണ്ട് വേണം പ്രഭോ. അതുകൊണ്ട് അതുമാത്രം പറയണ്ട. എനിക്ക് നിങ്ങളെ രണ്ടുപേരെ ഒരുപോലെ സ്നേഹം കൊണ്ട് ഞാൻ പറഞ്ഞു നോക്കിയതാണ്. ഇവ നിങ്ങൾ ഇങ്ങനെയാ ഭാവിച്ചാല് ഞാൻ ഭൂവാനും കണ്ടുപിടിക്കാൻ ഞാനില്ല. കൃഷ്ണ ഭഗവാൻ കളിച്ചു. ഏട്ടൻ എങ്ങടാ പുറപ്പെട്ടിരിക്കണേ? ഞാന് ഒരു തീർത്ഥാടനം വേണമെന്ന് വിചാരിക്കാൻ. ഇവിടെ അങ്ങനെ കഴിഞ്ഞാൽ പറ്റില്ല എന്ന് മനസ്സിലായി. ഇവിടെ ഒരു തമ്മിൽ തള്ള യുദ്ധവും തമ്മിത്തല്ലും വഴക്കും ഞാൻ അതൊന്നുമില്ല. ആ ഭൂഭാരത്തെ കുറയ്ക്കാൻ വേണ്ടി രണ്ടുപേരും അവതരിച്ചു വന്നിട്ട് എല്ലാ ഭാരവും കുറയ്ക്കാനുള്ള കുറച്ച് സമയം കൂടിയേ വേണ്ടൂ. അതിനെ ഒപ്പം നിൽക്കുന്നതിന് പകരം നിഷ്പക്ഷമതിയായി പോയപ്പോൾ പോയി നൈമിശാരണ്യത്തിലാണ് എത്തിയത്. അവിടെ ചെന്നപ്പോൾ നോക്കൂ, ഒരു ഗ്രഹപ്പഴ അദ്ദേഹത്തിന് വന്നത്. സത്യം പറഞ്ഞാൽ ബലരാമസ്വാമിക്ക് ഒരു ഗ്രഹപ്പഴ അത് എഴുതിയാൻ പാടില്ല,
അവിടെ ഇതുപോലെ കഥ പറഞ്ഞിരിക്കുകയാണ് സൂതൻ. ഇരിക്കുന്ന ബ്രാഹ്മണര് ഋഷീശന്മാരൊക്കെ ബലരാമസ്വാമി അവതാര പുരുഷൻ അറിഞ്ഞ് വന്നപ്പോൾ എഴുന്നേറ്റ് വന്ദിച്ചു. സൂതൻ അവിടെ ഇരുന്നു, വന്നിച്ചു, പക്ഷെ എഴുന്നേറ്റില്ല. അങ്ങനെ വന്നിച്ചു. അമ്പടാ, ഇവരൊക്കെ ഉത്തമ ബ്രാഹ്മണര്, വൈദികന്മാര്, ജ്ഞാനികള്, മഹർഷിമാര്, അവരെന്നെ വന്ദിച്ചു. കയറിയിരിക്കണ കണ്ടില്ലേ വലിയ സിംഹാസനത്തിന്. നീ ധർമ്മം ഉപദേശിക്കാൻ അനധികാരി തന്നെ ഒരു പുല്ല് അവിടെ നിന്ന് എടുത്തു, കൊടുത്തു. വല്ലഭന് പുല്ല ആയുധം, മധ്യന ആയുധമൊന്നും വേണ്ട. പുല്ല് ചെന്ന് തട്ടിയത് മറന്ന കട വീണു. സൂതന്റെ കഥയും കഴിഞ്ഞു. നോക്കി മഹർഷിമാർ അവരുടെ ഒക്കെ മുഖം മാറി. എന്ത് പറയാനാ? ബലരാമസ്വാമി ജ്ഞാനസ്വരൂപനായ ഈശ്വരനാണ്, 1000 പണമുള്ള അനന്തൻ തന്നെയാണ്. അദ്ദേഹത്തോട് എന്തെങ്കിലും എതിര് പറയുമോ? അവരൊക്കെ മൗഢ്യമായി സാധിക്കുന്നു. മഹർഷിമാരെ, നിങ്ങൾക്ക് എന്താ മനസ്സിന് വിഷമം വന്ന പോലെ? മനസ്സിന് വിഷമം അവിടുത്തോട് കണ്ടു കഴിയില്ലല്ലോ. ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ അത്യാനന്ദമായിട്ട് കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവിടുത്തെ അവതാര ലീലകളെ കുറിച്ച്. ഇനി അത് പറയാൻ ആളില്ലല്ലോ. ഞങ്ങൾ തന്നെയാണ് അസ്മദമാണ് ഈ പരാസനം. ഞങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിനെ ഇരിക്കൂ പറയൂ എന്ന് പറഞ്ഞ. കാരണം വിലോമജാതനാണ്, ബ്രാഹ്മണന്റെ സമാനമായ സംസ്കാരത്തോടുകൂടിയ ജന്മമല്ല. അപ്പൊ അതുകൊണ്ട് ക്ഷത്രിയന് ബ്രാഹ്മണ സ്ത്രീയിൽ ഉണ്ടായതായിരിക്കുന്ന ആ വംശക്കാർക്കാണ് സൂതവംശം എന്ന് പറയും. ക്ഷത്രിയന് ബ്രാഹ്മണ സ്ത്രീയിൽ ഉണ്ടാവുക അത് വിലോമമാണ്, അങ്ങനെ വന്നതാ. അപ്പൊ അതുകൊണ്ട് എങ്കിലും ഞങ്ങൾ ഇദ്ദേഹത്തിന്റെ അറിവ് കണ്ടിട്ട് ഇദ്ദേഹത്തിന്റെ വംശത്തെ ഒന്നും അല്ല ഞങ്ങൾ കണക്കാക്കിയത്. അറിവിനാണല്ലോ മഹിമ. ജ്ഞാനത്തിന് കുലമില്ല, ഗോത്രമില്ല, പ്രായമില്ല, ജാതിയില്ല, ഒന്നുമില്ല. അപ്പോ അദ്ദേഹത്തിന്റെ അറിവ് കൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിനെ മാനിച്ച് ഉയർന്ന സിംഹാസനം തിരിച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ ഞങ്ങൾക്ക് കഥ കേൾക്കാൻ പറ്റില്ലല്ലോ എന്നൊരു സങ്കടമുള്ളൂ. ഇത്രയുള്ളൂ. ഈ സൂതനൊരു മകനില്ലേ? ഈ സൂതനൊരു മകനുണ്ട്. അയാൾ അത്രയൊന്നും വിദ്യാഭ്യാസമൊന്നും ആയിട്ടില്ല. ആരെങ്കിലും വിളിച്ചുകൊണ്ടിരും. ഉഗ്രശ്രവസ പേരാ, ഒന്ന് തൊട്ട് കടപടി. കേൾക്കുമ്പോൾ തന്നെ ഭഗവത് കഥയാൽ സർവ്വവിധത്തിലും വികാരം ഈശ്വരപരമായി ചെയ്യുന്ന ആളെ എന്ന അർത്ഥത്തിലും കൂടിയാണ് അദ്ദേഹത്തിന്റെ പേര്. രോമഹർഷൻ, ഉഗ്രശ്രവസിന്റെ പുത്രൻ രോമഹർഷന്റെ പേരാ. ഭഗവാന്റെ കഥ കേട്ടാ രോമങ്ങൾ എഴുന്നേൽക്കാൻ തൊട്ടങ്ങ് കടപടി. അതേ, അച്ഛൻ പറഞ്ഞിരുന്നു ഇവർക്ക് കഥ ചിലതൊക്കെ. ഇനി ഒന്ന് പറയൂ, കേൾക്കട്ടെ. കൽപ്പന. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അധർവഗുണോമേളക്കാലപരവശോഭന. അദ്ദേഹം പറയാൻ തുടങ്ങി. ചെറുപ്പക്കാരനായ സൂര്യൻ പറയാൻ തുടങ്ങിയപ്പോ മധുരം കൂടി. എന്നെ പോലെ ഒരു വയസ്സിലിരുന്ന് പറയലും ഇന്നപ്പുറത്തെ ദേശോമന്തിരുന്ന് പറയലായ നിങ്ങൾ പറയില്ലേ? സാവണ്ടേ സുഖാവട്ടെ. അവന് പാവം വയസ്സായി, തലയും താടിയൊക്കെ നനച്ച് 10-74 വയസ്സൊക്കെ ആയി. ഓ ഇപ്പൊ സന്തോഷമായി. നൈമിഷാരണ്യവാസികൾക്കുള്ളൊരു സന്തോഷം. ബഹുസുഖായി എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ഇനി വരെ നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ടോ, ചെയ്തു തരേണ്ടതുണ്ടോ? അല്ല, ചെയ്തു തരേണ്ടതുണ്ട്. ഏതാണ്ട് അവിടുന്ന് ഇവിടെ വന്നപ്പോ അവിടുന്ന് ഒരു ഹിംസ ചെയ്തു. അപ്പൊ ഇനിയിപ്പോ ഒരു വലിയ ഹിംസ അവിടെ നിന്ന് ചെയ്യേണ്ടതുണ്ട്. എന്താണെന്ന് പറയൂ. ഞങ്ങൾ ഇവിടെ യാഗം തുടങ്ങിയ ഇല്ലുലൻ മാതാപിമാരിലെ ഇല്ലുലന്റെ മകനൊരു ബല്ലുലനുണ്ട്, മഹാഭാവി. അവൻ യാഗത്തിന് സങ്കല്പിച്ച് എപ്പോൾ പന്തലിന് കാൽ നാട്ടുമോ അപ്പൊ വരിക ഇവിടെ മുഴുവൻ നശിപ്പിക്കുക. മലമൂത്ര വിസർജനം ചെയ്യുക, ചോരമഴ പെയ്യിക്കുക, ഞങ്ങളെ ആവും വിധത്തിൽ യാഗം നടത്താതെ കണ്ട് ഉള്ള സർവ്വ യാഗം യജ്ഞങ്ങളെ നശിപ്പിക്കുന്നവനാണ് ഒരു മഹാഭാവിയാണ് ആ ബല്ലുലൻ. അവനെ ഒന്ന് മാറ്റി നിർത്തി ഞങ്ങൾക്ക് യാഗം ചെയ്താൽ കൊള്ളാൻ സാധിക്കുമെന്ന്. അങ്ങനെയാണോ? എന്നാൽ നിങ്ങൾ യാഗം ദീക്ഷിച്ചോളൂ, ഞാനിവിടെ ഇരിക്കാം. അങ്ങനെയാണ് ഒരു യോഗ്യൻ. അവരെ യജ്ഞത്തിന് ദീക്ഷയായി, യജ്ഞത്തിന് ഏർപ്പാടുകളായി. അതങ്ങനെ പറയുമ്പോഴേക്കും പതുപോലെ ബല്ലുലൻ വന്നു. താമസമില്ല. അപ്പോഴും വേണമെങ്കിൽ ഒരു പുല്ലെടുത്താൽ പോലെ. അല്ല, ദുഷ്ടഹിംസയ്ക്ക് തനിക്ക് വിധിച്ച ആയുധം തന്നെ സങ്കല്പിച്ചു വന്നു. ഇരുമ്പോലേക്ക ബല്ലുലന്റെ മണ്ട അടിച്ച് ചമ്മന്തിപ്പൊടിയാക്കി തീർത്തു. ചോര ഒഴുകി. അവൻ വാ പിളർന്ന് അട്ടകത്തി ചത്തും വീണു. മുസലൊക്കെ നമ്മൾ കഴുകി പറഞ്ഞു, ഇനി ഞാൻ തീർത്ഥാടനത്തിന് പോകാൻ ഇവിടെ തന്നെ ഇരിക്കട്ടെ. തീർത്ഥാടനത്തിന് മുമ്പ് ആയുധം വേണ്ടല്ലോ. ആയുധമൊക്കെ വിചാരണത്തിൽ വെച്ച തീർത്ഥാടനം. അവിടെ അങ്ങനെ പല 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 പുണ്യക്ഷേത്രങ്ങളെയും തീർത്ഥങ്ങളെയും നടന്നും ചെയ്ത് വരവേ ഇതാ ദക്ഷിണേ കന്യാകുമാരി വന്നു എന്നാ പറയും. കന്യാകുമാരി വന്ന കന്യാകുമാരി ദർശനം കഴിഞ്ഞ് പഞ്ചക്രോശ പ്രസിദ്ധമായിരിക്കുന്ന പത്മതീർത്ഥത്തിൽ വന്ന് മുങ്ങിന്നാണ്. ആ പത്മതീർത്ഥത്തിൽ മുങ്ങി അധ കേരള ഇവിടെ ഒക്കെ കൂടി കടന്നു പോയിട്ടുണ്ട്. ഈ പുണ്യദേശമായിരിക്കുന്ന പരശുരാമ ക്ഷേത്രത്തെ
തന്റെ പരിശുദ്ധമായ വാതിലുകളെ കൊണ്ട് അനുഗ്രഹിച്ച് ഗോകർണത്തിൽ ചെന്ന് മഹാദേവനെ ദർശിച്ച് അവിടെ നിന്ന് പിന്നെയും ക്രമത്തിൽ ചെന്ന് പ്രഭാത ദിവസത്തിൽ ചെന്ന് കുരുക്ഷേത്രത്തിലെത്തി. കുരുക്ഷേത്രത്തിലെത്തിയപ്പോഴേക്കും യുദ്ധം ഒക്കെ ഒരു ദിവസം കഴിഞ്ഞ് ഭീമസേനനും ദുര്യോധനും തമ്മിലുള്ള യുദ്ധമാണ്. അവിടെയും അവരോടൊന്ന് പറഞ്ഞു നോക്കി, ഒരു പ്രയോജനമില്ല. നിങ്ങളുടെ തലയിലെടുത്ത് എല്ലാം തല്ലി ശാപി ഞാൻ പോകണം. അദ്ദേഹം ഏകാന്തമായി നേരെ തന്റെ പ്രിയപത്നിയെയും കൂട്ടിക്കൊണ്ട് നൈമിഷാരണത്തിൽ ചെന്നു. രേവതി ദേവിയോടുകൂടി അവിടെ ഇരുന്നു. സജ്ജനങ്ങൾക്കൊക്കെയും തത്വങ്ങളെ ഉപദേശിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ സ്വൈരമായിട്ട് വസിക്കുന്നു എന്ന ബലരാമ കഥകൾ കഴിഞ്ഞപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷത്തിനൊരു കൊതിയായി. ബലരാമലീലകൾ വളരെ മനോഹരങ്ങൾ തന്നെ, എങ്കിലും ശ്രീകൃഷ്ണന്റെ ലീലകളെ പോലെ ഹൃദയത്തെ പിടിച്ചു വശീകരിക്കുന്നില്ലല്ലോ എന്നൊരു തോന്നല്. അതിനാൽ പറഞ്ഞു രാജാവ്, ഭഗവന്യാനി ജാന്യാനി മുകുന്ദസ്യ മഹാത്മനഃ വീര്യന്യനന്ത വീര്യസ്യ ശ്രോതുമിച്ഛാമഹേ പ്രഭോ. അനന്തങ്ങളായ വീര്യങ്ങളോടുകൂടിയ സാക്ഷാൽ യാദവോത്വനായിരിക്കുന്ന ഭഗവാൻ ശ്രീ മുകുന്ദന്റെ മോക്ഷം ദാനം ചെയ്യുന്ന ശ്രീകൃഷ്ണന്റെ കഥകളെ ഇനിയും ഇനിയും കേൾക്കാൻ എനിക്ക് കൊതിയാവുന്നു. കോന്നു ശ്രുത്വാ സകൃൽ ബ്രഹ്മൻ ഉത്തമ ശ്ലോകകൽക്കഥാഃ വിരവേദ വിശേഷജ്ഞോ വിഷണ്ണ കാമമാർഗമേ. ആർക്കെങ്കിലും മതിയാവാറുണ്ടോ കൃഷ്ണന്റെ കഥകളെ കേട്ടിട്ട്? അതിനാൽ ശ്രീകൃഷ്ണ കഥകളെ വിസ്തരിച്ച് കേൾക്കണം എന്നങ്ങനെ പറഞ്ഞ സമയത്തിൽ മഹർഷി ഒന്നങ്ങനെ കാരണവശു വിഷ്ണുരാധേന സംപൃഷ്ടോ ഭഗവൻ ബാദരായണി വാസുദേവേ ഭഗവതി നിമഗ്ന ഹൃദയോ ബ്രവീൽ. കുറച്ചു നേരം ശ്രീകൃഷ്ണന്റെ കഥയാകുന്ന മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് അങ്ങനെ കടന്നു തുടങ്ങി. കാരണം 6 ദിവസം, ഇനി ഒരു ദിവസമേ ഉള്ളൂ. ഏതൊരു കഥയാണ് പറയേണ്ടത് എന്ന് ചിന്തയിൽ അങ്ങനെ മുഴുകി അടിച്ചെന്ന് പൊക്കിയെടുത്തു ഒരു കഥ, ദിവ്യരത്നം. കേട്ടോളൂ പരീക്ഷിത്തേ കൃഷ്ണസ്യ സഖാ കശ്ചിൽ ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ വിരക്ത ഇന്ദ്രിയാത്തേഴു പ്രശാന്താത്മാജിതേന്ദ്രിയ. ഗംഗാധരൻ മുഴുവൻ അത്ഭുതപ്പെട്ടു ഈ കഥയുടെ കഥാപാത്രത്തെ കേട്ടപ്പോൾ തന്നെ. കൃഷ്ണന്റെ കഥയല്ലേ പറയേണ്ടത്, കൃഷ്ണന്റെ കഥയല്ല പറയാൻ പുറപ്പെട്ടത്. കൃഷ്ണസ്യ ആസീൽ സഖാ, ശ്രീകൃഷ്ണന്റെ ഒരു സ്നേഹിതന്റെ കഥയാണ് ഞാൻ അങ്ങോട്ട് പറയാൻ പോണത്. ശ്രീകൃഷ്ണന്റെ സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകളെ പോലെയാണോ ശ്രീകൃഷ്ണൻ? നിത്യജ്ഞാനാനന്ദ സ്വരൂപനായി അത്യത്ഭുതമാകുന്നതായിരിക്കുന്ന ദിവ്യശക്തികളുടെ മുഴുവനും തന്നെയും ഇരിപ്പിടമായി കാരുണ്യവാരാവാരമായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെ സഖാവ് എന്ന് പറഞ്ഞാൽ ഒപ്പത്തിനൊപ്പം നടക്കുക, ഒപ്പത്തിനൊപ്പം ഇരിക്കുക, ഒപ്പത്തിനൊപ്പം കിടക്കുക, ഒപ്പത്തിനൊപ്പം ഹൃദയത്തെ പരസ്പരം കൈമാറ്റം ചെയ്യുക. ശരീരം രണ്ടെങ്കിലും മനസ്സും ഇന്ദ്രിയങ്ങളും പ്രവൃത്തികളും ഒക്കെ ഒന്ന്. ഇതാണ് സഖ്യത്തിന്റെ അർത്ഥം, അല്ലേ? അങ്ങനെ ശ്രീകൃഷ്ണന് സഖാവായിട്ടൊരാളോ? അതാരായിരിക്കാം? കേട്ടോളൂ പരീക്ഷത്തെ. ഒരു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു. ബ്രഹ്മം ജ്ഞാനേതി ബ്രാഹ്മണ, ബ്രഹ്മസ്വരൂപത്തെ അറിയുന്ന ഒരു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു. അവിടെ നിർത്തിയില്ല. ബ്രഹ്മവിത്തമ, കേവലം ബ്രാഹ്മണൻ മാത്രമല്ല, ബ്രഹ്മവിത്തുക്കളിൽ അഗ്രഗണ്യൻ. ബ്രഹ്മവിത്തൻ, ബ്രഹ്മവിത്, ബ്രഹ്മവിത്തര, ബ്രഹ്മവിത്തമ. ഇനി അതിലുപരി ഇല്ല. ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരമയം തന്നെ, മറ്റൊന്നും ഇല്ല. ജഗത് മിഥ്യ നല്ലപോലെ അറിയണം. ഇതാണ് ഈ കഥയുടെ പിൻഭാഗം അറിയാതിരുന്ന ആളുകൾ എന്തെല്ലാം കോപ്പറാട്ടി വാക്കുകളാ പറയാറ്. ഒരിക്കലും അട്ടിക്ക് ഉപായമില്ല. അത് കുഞ്ചന്റെ കുചേലൻ, ഗുരുവായൂരപ്പന്റെ സുധാമൻ എന്ന പേര് പോലും കുചേലൻ ഗുരുവായൂരപ്പൻ പറഞ്ഞിട്ടില്ല. സുധാമൻ ഇന്ദ്രിയങ്ങളെ വേണ്ടതുപോലെ ജയിച്ച് വികാരങ്ങളെ മുഴുവനും അകറ്റി ശ്രീകൃഷ്ണനിൽ രാഗീനാഥനാദി നിസ്പൃഹ, ഭഗവാന്തൽ അനുരക്തൻ. ഇങ്ങനെ അനുരക്തനായ ഒരു ഭക്തനെ കാണില്ല. സർവ്വസമയത്തിലും ഭഗവത് ചിന്തയെ തന്നെ ഉലാവിക്കൊണ്ടിരിക്കുന്ന വിരക്ത ഇന്ദ്രിയാർത്ഥേഷു, ചിത്തത്തിൽ വികാരങ്ങളെ അകറ്റിയവനാണ് എങ്കിലും യാതൊരു വിധങ്ങളാകുന്ന പ്രപഞ്ചത്തോടും ബന്ധമില്ലെങ്കിലും ചിലപ്പോൾ ചില കാര്യങ്ങളെങ്കിലും സാധിക്കണ്ടേ എന്ന് വിചാരിക്ക പോലും ഇല്ലാത്ത ഇന്ദ്രിയാർത്ഥേഷു വിരക്ത. കണ്ണുകൊണ്ടോ നാക്കുകൊണ്ടോ മൂക്കുകൊണ്ടോ തൊക്കുകൊണ്ടോ കരചരണാദ്യ അവയവങ്ങളെ കൊണ്ടോ ഒന്നിനും ആഗ്രഹമില്ലാത്തത്. തന്മൂലം എന്തായിത്തീർന്നു? പ്രശാന്താത്മാ. ശമം ദമം തിതിക്ഷ ശാന്തി തുടങ്ങിയ സർവ്വഗുണങ്ങളും തികഞ്ഞ ആളായിരുന്നു.
പ്രകർഷകന ശാന്തമായിരുന്നു, അക്ഷോഭ്യനായിരുന്നു, ജിതേന്ദ്രിയ. മതിയാവില്ല ശ്രീ സുഖബ്രഹ്മർഷിക്ക് വർണ്ണിച്ചിട്ട് ആ മഹാത്മാവിന്റെ ഗുണങ്ങൾ. അങ്ങനെയുള്ളൊരു കൂട്ടുകാരനായി. എന്നാൽ അദ്ദേഹം സന്യാസിയായിരുന്നോ? അല്ല. എതിർച്ചയോപമന്നേന വർത്തമാനോ ഗൃഹാശ്രമി. അദ്ദേഹം ഗൃഹാശ്രമിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ സന്യാസിയെ പോലെ കേട്ടപ്പോൾ തോന്നുമല്ലോ മനസ്സ് പരിപൂർണ്ണ സന്യസ്തമാണ്. പക്ഷേ വംശപാരമ്പര്യം അനുസരിച്ച് 5 യജ്ഞങ്ങളിൽ 2 യജ്ഞം ചെയ്തു തന്നെ തീരണം. അത് ശരീരത്തോട് ബന്ധിച്ചതാണ്. ദേവയജനം, പിതൃയജനം. അതിന് വിവാഹം കഴിക്കണം. മറ്റൊക്കെ പിന്നെ ഇവന് ജന്മം തന്നതായ പിതൃക്കളെ സ്മരിക്കണം. ചാത്ത എന്തിനാ ഊട്ടണേ? ഞാൻ ചാത്ത ഊട്ടാറില്ല. കേവന്മാര് പറഞ്ഞ കേൾക്കാറില്ല. അച്ഛനെ അന്വേഷിക്കാറില്ല, അമ്മയെ അന്വേഷിക്കാറില്ല. അവരെ മരങ്ങളുണ്ടായ പോലെയും മൃഗങ്ങളുണ്ടായ പോലെയും ജീവിക്കുകയാണ് ഇപ്പോൾ ആളുകളെ. അവനവന്റെ ഏറ്റവും പ്രധാനമായൊരു കടമാണ് പിതൃകടം. അതിന് ഉത്തമ സന്തതി കുടുംബത്തിൽ ഉണ്ടാവണം. അവൻ ഗൃഹസ്ഥാശ്രമത്തെ അനുഷ്ഠിക്കണം. ദേവയജനം, പിതൃയജനം ചെയ്തു തന്നെ തീരണം. പിന്നെ അതിഥി സൽക്കരിക്കണം, ദൂതങ്ങൾക്ക് വലിയ കൊടുക്കണം. ഉത്തമന്മാരായ മഹത്വന്മാരായ മഹർഷിമാര് പഠിപ്പിച്ചതായിരിക്കുന്ന ഗ്രന്ഥങ്ങളെ അധ്യയനം ചെയ്യണം, അധ്യാപനം ചെയ്യണം. യജനം, യാചനം ഇതൊക്കെ ചെയ്യേണ്ടതാണ്. അത് ഗൃഹസ്ഥധർമ്മമാണ്. ആ ധർമ്മത്തെ അനുഷ്ഠിക്കാൻ ഉദ്ദേശിച്ച് മാത്രം വിവാഹം കഴിച്ചു. അതിൽ യാതൊന്നിനോടും ആഗ്രഹമില്ലാതെ, ബലാപേക്ഷ കൂടാതെ കർമ്മം ചെയ്തുകൊണ്ടിരുന്നു. അത് പറയും, ബലാപേക്ഷ കൂടാതെ കർമ്മം ചെയ്തോ? ഓല്ലോ ദേവടെ പറയാൻ ഭഗവാൻ പറയും. ഭഗവാൻ തന്നെ പറയും, അങ്ങ് പ്രായോ ഗൃഹേഷു തേ ചിത്തം അകാമ വിഹിതം തഥാ നാദി പ്രിയസേ യുദ്ധം ധനേഷു വിഹിതം ഹി മേ. ഭഗവാനാ പറഞ്ഞത്. ഇനി അവിടെ ചെല്ലുമ്പോ പറയുന്നു, സർ എന്നെ പോലെ ലോകരുടെ നന്മയ്ക്കായിക്കൊണ്ട് അങ്ങ് കർമ്മം ചെയ്യുന്നു. കുചേല ചരിത്രം പറയാൻ കഴിയും. ഭാഗവതത്തിലെ കുചേലനെ എവിടെ നിൽക്കണു? അത്യന്തം ഭക്തിയുടെ പരമോദാഹരണമായ പ്രഹ്ലാദാദികൾക്ക് പോലും ലഭിക്കാത്തതായിരിക്കുന്നതായ ധന്യതയുള്ള ഒരു പരമഭക്തരാദ്യം. എതിർച്ച എന്തെങ്കിലും കിട്ടും. ഭഗവാനാണ് ഭക്തന്മാരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് സന്തുഷ്ടനായി കാലം കഴിഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കെ ഭഗവാന് തോന്നി, ഈ മഹാത്മാവിന്റെ ചരിത്രം ഒരു സുചരിത്രമാണ്, തന്നെ വശീകരിക്കുന്ന ചരിത്രമാണ്. അപ്പൊ അതിന് ഒരു കാരണമുണ്ടാക്കി കുറച്ചു ദിവസമായിട്ട് എതിർച്ചയായി എന്തെങ്കിലും കൊണ്ടുവന്ന് കിട്ടാറുള്ളതായിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഗൃഹത്തിൽ ഇപ്പോൾ ആരും വരികയാകട്ടെ, എന്തെങ്കിലും കൊണ്ടുവരികയാകട്ടെ, സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയാകട്ടെ ഇല്ലാതെ തസ്യ ഭാര്യ കുചൈലസ്യ ശുശ്രാമാചാരഭാവിത. കുറച്ചു നാളായിട്ട് ഭക്ഷണം പോലും കൊടുക്കാൻ വേണ്ട പോലെ അദ്ദേഹത്തിന് ശുശ്രൂഷിക്കാൻ പറ്റാത്ത പതിവ്രതയായിരിക്കുന്ന പതിപ്രാഹ, വളരെ പതിമനുവ്രത, അങ്ങനത്തെ ഭാഗ്യവതിയാണ്. പതിയെ ശുശ്രൂഷിക്കുന്ന സ്വഭാവമുള്ള ഭാഗ്യവതി. പതിക്ക് ഭക്ഷണം സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല. ദേഹാണെങ്കിലും സദാസമയത്തിലും കൃഷ്ണ 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 കൃഷ്ണ. ഒരിക്കലും അങ്ങനെ കൃഷ്ണനെ സ്മരിച്ച് കഴിഞ്ഞ് ഇങ്ങനെ കരഞ്ഞിരിക്കണം. ഭഗവത് ചിന്തകൾ അങ്ങനെ മുഴുകിയിട്ട് അത്യാനന്ദത്തിലെങ്കിലും ലയിച്ച് നിർവൃതിയിൽ അദ്ദേഹം ഇങ്ങനെ കർമ്മചിന്തകളാണ്. അപ്പോഴൊന്നും ആ ശരീരത്തിന് തോന്നും, എങ്ങനെയാ ഞാൻ ഇദ്ദേഹത്തിന്റെ ഈ ഏകാഗ്രതയെ ഭംഗപ്പെടുത്തുക? അത് ഭഞ്ജനം ചെയ്യില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കെ കുറച്ചു നാളായി ഇപ്പൊ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ലേ. സ്നാനം സന്ധ്യാവന്തരം കഴിഞ്ഞാൽ കൃഷ്ണസ്മരണ, ഭക്ഷണം അത് തന്നെ. കഴിക്കും അതെ, ദേഹത്തിൽ ഭക്ഷണം കഴിക്കാൻ. ഇദ്ദേഹത്തിന് കൊടുത്ത് എന്തെങ്കിലും അതിന്റെ ബാക്കി കഴിക്കാൻ ഇല്ലല്ലോ. തന്റെ ദേഹം മണർക്കാൻ തുടങ്ങി. വേപമാനാണ്. കുറേശ്ശെ ദേഹമൊക്കെ നിറച്ചു തുടങ്ങി. നിൽക്കാൻ വയ്യാണ്ടായി. ഭക്ഷണം ഇല്ലാണ്ടായി. അങ്ങനെയാണത്. എത്ര ദിവസം വെള്ളം കുടിച്ച് കഴിയാം? വെറും പച്ചവെള്ളം മാത്രമേ. അപ്പോ തന്നോട് പല വിധത്തിലും ശ്രീകൃഷ്ണന്റെ ബന്ധത്തെക്കുറിച്ചും മഹിമയെക്കുറിച്ചും സഖ്യത്തെക്കുറിച്ചും ഗുരുകുലത്തിൽ വശുതേനെക്കുറിച്ചും പറഞ്ഞ് അത്യാഹ്ലാദത്തിൽ ലയിക്കാറുള്ള ഇദ്ദേഹത്തിനെ ആ ശരീരത്തിന്റെ ഒരു തോന്നല് ഒന്നങ്ങനെ അയച്ചാലോ. എന്നിട്ടോ വളരെ മൃദുവായ അതെങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? മൃദൂന്നാണ്. മൃദുവായ വചനങ്ങൾ പറഞ്ഞു. മ്ലായതാ വദനേന സാ പതിം പ്രാഹ. തന്റെ പ്രിയതമനോട് ചെന്ന് വളരെ വിനയപൂർവ്വം വന്ദിച്ചുകൊണ്ട് ഒന്നിങ്ങനെ നോക്കി. അദ്ദേഹം നോക്കിയപ്പോ കൈകാലം ഇറക്കും, നിൽക്കാനുള്ളതായ ശക്തിയില്ലാണ്ടായിരിക്കുന്നു. അദ്ദേഹം ചിന്തിച്ചു, എന്തേതിങ്ങനെയെന്ന് വിചാരിക്കുമ്പോഴേക്കും പറഞ്ഞു, ധനു ബ്രഹ്മൻ ഭഗവത സഖാ സാക്ഷാ ശ്രീഹപ്പതി ബ്രഹ്മണ്യശ്ച ശരണ്യശ്ച ഭഗവാൻ സാത്വധരിഷം. അല്ലയോ നാഥ, ഞാൻ പറയണം വിചാരിക്കാറുണ്ട്. ഇന്ന് ഞാൻ പറയണമെന്ന് തൊണ്ടേടപ്പെട്ട് അവിടത്തോട് പറയാം. എത്ര ദിവസമായി ശരിക്കൊരു കപളം ഭക്ഷണം കഴിച്ചിട്ട്. അതിനാൽ ബ്രഹ്മണ്യനായ ഭഗവാൻ, ബ്രഹ്മകുലത്തിൽ ജനിച്ചവരാണെങ്കിൽ തന്നെ അവരൊക്കെ എന്തൊരു മാന്യത ഭഗവാൻ കൊടുക്കണത് കണക്കില്ല.
പിന്നെ അനുഷ്ഠാനവും ആചാരവും ഉള്ളവരെ പറ്റി പറയാണ്ടേയില്ല. ഇനി ബ്രാഹ്മണനാവണ്ട, ശരണ്യസ്ഥ, ഏത് കുലത്തിൽ ജനിച്ചവനാണെങ്കിലും ഗുരുവായൂരപ്പാ എന്നെ രക്ഷിക്കണോ, എനിക്ക് ആരുമില്ലേ, അപ്പൊ രക്ഷ തരികയായി. അങ്ങനെ സ്വതമേ തന്നെ ആശ്രയിക്കുന്നവർക്ക് രക്ഷയെ കൊടുക്കുന്നവരും, ബ്രഹ്മകുലത്തിൽ ജനിച്ച് ബ്രഹ്മാനുഷ്ഠാനം ചെയ്യുന്നവർക്ക് തന്നെ തന്നെ മറന്നു കൊടുക്കുന്നവരും, അങ്ങനെയുള്ള സാക്ഷാൽ ഭഗവാൻ, സാക്ഷാ ശ്രീപതി. സാക്ഷാശ്രീ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ തന്നിലുള്ള സർവ്വ ഐശ്വര്യങ്ങൾക്കും മുഴുവനും തന്നെ പ്രതീകമായ യാതൊരു ലക്ഷ്മി ദേവിയാണോ കരമല്ലങ്ങളെ കൊണ്ട് എപ്പോഴും ചരണകമലങ്ങളെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് പൂജാദികളെ ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീയുടെ പതിയായിരിക്കുന്ന ശ്രീകൃഷ്ണൻ അങ്ങേക്ക് സഖാ സ്നേഹിതനല്ലേ? അല്ലേ പറയൂ, എന്നോട് പറയാറില്ലേ? അപ്പൊ നോക്കി അതേലോ കൃഷ്ണൻ സ്നേഹിതൻ തന്നെ, ആരാധിക്കുന്നവർക്ക് ഒന്നുകൂടി ഒരു കൽപ്പവൃക്ഷം തന്നെ, സംശയമില്ല സതി. എന്നാലേ തമുപൈഹി മഹാഭാഗ സാധൂരം ജപരായണം ദാസ്യരിദ്രവിണം ഭൂരി സിതതേ കുടുംബിനെ. എന്നാല് ഇത്രയും സ്നേഹമുള്ള അദ്ദേഹത്തിന് ഇന്നിപ്പോൾ അനേക ദിവസങ്ങളായി ഭക്ഷണം പോലും കഴിക്കുന്നില്ല എന്നുള്ള പരമാർത്ഥത്തെ കണ്ടാൽ പോലും മനസ്സിലാക്കുന്ന, അകത്തിരുന്ന് കാര്യം അറിയുന്ന ആ സർവേശ്വരനെ ഒന്ന് ചെന്ന് കാണരുതേ കഥാചിതൂജീ ബദവൃത്തിലബ്ധയേ രമാപതിക്കുന്ന സഖ. ഒരുപാട് നല്ലോണം ഇത് കടഞ്ഞെടുത്തു. നിഷേവ്യതേ നിരരാം സേവ്യതേ, പോയി സേവിക്കേണ്ടതല്ലേ, കാണ മാത്രമല്ലല്ലോ, അവിടുത്തെ ചെന്ന് കണ്ട് നമസ്കരിച്ച് പ്രദക്ഷിണം വെച്ച് ആരാധിക്കുന്ന ആളല്ലേ. ആസ്തേധുനാദ്വാരവത്യാം ഭോജവൃഷ്ടി അന്ധകീശ്വര, അങ്ങനെയല്ലേ ഇപ്പോഴത്തെ അവിടുത്തെ പോരാ. തന്നെ ആശ്രയിക്കുന്നവർക്ക് എന്ത് കൊടുക്കുന്നു? സ്മരത പാലകബലം ആത്മാനമഭിയക്ഷതി. ആ ഗോപികളിലൊക്കെ കഥ അവിടുത്തെ പറയാറില്ലേ, തന്നെ ആശ്രയിക്കുന്നവർക്ക് തന്നെ തന്നെ കൊടുക്കുന്ന ഒരു ഈശ്വരനാണ് കൃഷ്ണനെന്ന്. അങ്ങനെ ആശ്രിതവത്സരനായ കൃഷ്ണനെ ഒന്ന് പോയി കാണരുത്. അങ്ങനെ ആശ്രയിക്കുന്ന ആളുകൾക്ക് വർഷകാമാൻ ഭജത നാട്യാഭീഷ്ടാൻ ജഗദ്ഗുരു. നമ്മൾ അധികമൊന്നും ആഗ്രഹിക്കുന്നില്ല. ബലവൃത്തിയിലെന്തേ നിത്യകർമ്മം കഴിയാൻ എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ എല്ലാം അറിഞ്ഞു കൊടുക്കുന്ന കരുണാമയനായ ശ്രീകൃഷ്ണൻ അങ്ങക്ക് ഇത്രയും സ്വാതന്ത്ര്യമുള്ള ഒന്നാം ഹൃദയം കൈമാറ്റം ചെയ്യത്തക്ക വെച്ച് സ്വന്തമായ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിനെ കണ്ട നിശ്ചയമായും നമുക്ക് നിത്യം കഴിഞ്ഞുകൂടാനുള്ള എന്തെങ്കിലും ധനം തരാതിരിക്കുമോ എന്നായി ചോദിക്കും. അപ്പൊ ഇദ്ദേഹത്തിന്റെ മനസ്സിലെ വിചാരം, ജുഗുപ്സമാനേമി ധനേ മനാവഹേ, ജുഗുപ്സമായ അറക്കേണ്ട, വേണ്ട എന്നെ ബന്ധിപ്പിക്കുന്ന ഈ ധനത്തെന്ന് ഞാൻ ചോദിക്കുക കൃഷ്ണനോട്, ചോദിക്കില്ല. പക്ഷേ തത് ആലോകന കൗതുകം. ഈശ്വര, അന്നത്തെ ആ താരുണ്യമൂർത്തി ഇന്ന് തുളുമ്പുന്ന യൗവനത്തിൽ തിളങ്ങല്ലേ, 16,108 പത്നിമാരാകുന്ന ലക്ഷ്മിമാരുടെ ഇടയിൽ അങ്ങനെ മിന്നിത്തിളങ്ങുകയല്ലേ. അനുപമിതം, അങ്ങനെയാണ് ഉമ്മയ്ക്ക് അതീതമാകുന്ന ആ ഐശ്വര്യ ധർമ്മത്തെയും ആ ഐശ്വര്യ നികേതനത്തിൽ വസിക്കുന്ന ഐശ്വര്യമൂർത്തിയെയും ആ ഐശ്വര്യമൂർത്തിയെ ശുശ്രൂഷിക്കുന്നതായിരിക്കുന്ന ഐശ്വര്യ ദേവതകളെയും കാണണം. ഞാൻ പോവരുത്. പുറപ്പെട്ട സമയത്തെങ്കിൽ ഇത് സഞ്ചന്യ മനസ്സാ ഗമനായ മതിന്തേ പോവാൻ നിശ്ചയിച്ചില്ലേ. അപ്പോൾ അവരെ ഓർമ്മ, ഒരടി വെച്ചു, രണ്ടാമത്തെ അടി വെച്ചു, മൂന്നാമത്തെ അടി വെച്ചുകൊണ്ട് അവിടെ നിന്നു. എന്താന്ന് വിചാരിച്ചു, സതി പുറപ്പെട്ടതോ ഞാൻ സമാധാനിച്ചു. അല്ല, ശ്രീകൃഷ്ണനെ കാണാൻ പോകുമ്പോഴേ ദേവന്മാരെ കാണാൻ പോകുമ്പോൾ, ഗുരുക്കന്മാരെ കാണാൻ പോകുമ്പോൾ, പിതാക്കന്മാരെ കാണാൻ പോകുമ്പോൾ, വാർദ്ധക്യമുള്ള ആളുകളെ കാണാൻ പോകുമ്പോൾ, രോഗികളെ കാണാൻ പോകുമ്പോഴൊക്കെ ധർമ്മശാസ്ത്രം ബോധിക്കുന്നുണ്ട്. വെറും കൈയായിട്ട് പോകരുത്, എന്തെങ്കിലും കൊണ്ടുപോകണം. ഇവിടെ ഗുരുക്കന്മാർക്കൊക്കെ ഗുരുവായി, സ്നേഹിതനായി, എല്ലാത്തിനും എല്ലാമായി സർവേശ്വരനായിരിക്കുന്ന കൃഷ്ണനെ വെറും കൈയോട് പോയി കാണേ, എന്തെങ്കിലും ആ ഭഗവാന് കൊടുക്കുവാൻ. അപ്യസുഭായനം കിഞ്ചിൽ ഗൃഹേ കല്യാണി ചെയ്യണം. പദം കല്യാണീന മംഗളത്തെ എപ്പോഴും മംഗളമൂർത്തിയായി വിഹരിക്കുന്ന അലയോ ധനിയേ എന്നാണ് അർത്ഥം. ആ വാക്ക് ശരിയാവാൻ പോവാ. കല്യാണി തന്നെ സർവമംഗള സ്വരൂപിണി എന്ന അർത്ഥത്തിലാണ് വിളിച്ചത്. എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. അവിടെ ഒന്നും ഇല്ലെങ്കിലും ആ ധന്യ ദാ ഇപ്പോൾ തരാമെന്ന് പറഞ്ഞാണ്. പിന്നെ കഥയൊക്കെ നമുക്കറിയാം. അവിടെ നിന്ന് ഞങ്ങളോടി അവിടെ നോക്കുമ്പോൾ വഴിയിലേക്ക് ഇറങ്ങിയതും അതിനു മുമ്പ് യാചന എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ആളുകൾ വെറുതെ കഥ കെട്ടി ഓടിപ്പിക്കാണ്. അവിടെ ചെന്ന് യാചിച്ചു, ഇവിടെ ചെന്ന് യാചിച്ചു ഇല്ലേ. ആദ്യമാണ് യാചിത്വാ ചതുരോ മുട്ടി. ആദ്യത്തെ ജീവിതത്തിലെ ഒരു യാചനയാണ്. 4
പിടി അവന് കിട്ടി. യാചിക്കേണ്ടി വന്നില്ലേ? രാജപാതയിലേക്ക് ഇറങ്ങേണ്ട താമസം 4 വഴിപോക്കര് വന്നു. ഭഗവാന്മാരായിരിക്കില്ലേ? അല്ലാണ്ട് ആരായിരിക്കും?